നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദേവകാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ അതിനെ പരമാവധി പ്രചാരണ ഉപാധിയായി മാറ്റുന്നവരുണ്ട്. അത് തീർച്ചയായും നല്ല കാര്യമല്ല. നാം ഒരാളെ സഹായിക്കുമ്പോൾ അത് പരസ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നാം അയാളോട് ചെയ്യുന്ന ദ്രോഹമായി വേണം അതിനെ കണക്കാക്കാൻ. കാരണം അത് അയാളെ സമൂഹത്തിനു മുന്നിൽ ചെറുതാക്കുകയാണ്. കടൽ വെള്ളം പോലെ ശബ്ദത്തിൻ്റെ മഹാസാഗരം നമുക്ക് ചുറ്റും അലയടിക്കുന്നു. കടലിൽ നിന്ന് ഉപ്പും ജലവും മത്സ്യവും മുത്തും എന്ന പോലെ നമുക്ക് ആവശ്യമുള്ള ശബ്ദങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തുകൊള്ളുക. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. കരങ്ങളഞ്ചുള്ള ഗണേശ്വരന്നു ഞാൻ, കരിമ്പു തേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പേൻ പല പോതുമാതരാ മനക്കുരുന്നിന്നു തുണയ്ക്കാൻ സന്തതം. ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം, ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. പാർവതിക്കും ശിവനുമായി ആദിദേവനായി വന്ന ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. പാർവതിക്കും ശിവനുമായി ആദിദേവനായി വന്ന ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ആദിമൂല ഗണപതിയെ ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ആദിമൂല ഗണപതിയെ ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ശ്രീമുരുക സോദരനെ ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ശ്രീമുരുക സോദരനെ ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ഭൂതനാഥ സോദരനെ ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ഭൂതനാഥ സോദരനെ ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. അഴകൊടങ്ങു ഭാരതം കഥ രചിച്ച ദൈവമേ ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. അഴകൊടങ്ങു ഭാരതം കഥ രചിച്ച ദൈവമേ ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. മുരുകനോടു പിണങ്ങിയന്നു കൊമ്പൊരെണ്ണം പോയൊരു ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. മുരുകനോടു പിണങ്ങിയെന്നു കൊമ്പൊരെണ്ണം പോയൊരു ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. വള്ളിയന്നു വേളിയേൽപ്പാൻ മുരുകനങ്ങു കൂട്ടുനിന്ന ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. വള്ളിയന്നു വേളിയേൽപ്പാൻ മുരുകനങ്ങു കൂട്ടുനിന്ന ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ആശ്രിതർക്കഭയമേകും ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ആശ്രിതർക്കഭയമേകും ശ്രീഗണേശ പാഹി മാം, ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ആശ്രിതവത്സലനെ ശ്രീഗണേശ പാഹി മാം,
ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം ആശ്രിതവത്സലനെ ശ്രീഗണേശ പാഹി മാം ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം ഭക്തർക്കഭയമേകും ശ്രീഗണേശ പാഹി മാം ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം ഭക്തർക്കഭയമേകും ശ്രീഗണേശ പാഹി മാം ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം ശ്രീഗണേശ പാഹി മാം ശ്രീഗണേശ പാഹി മാം ശ്രീഗണേശ ജയ ഗണേശ ദേവദേവ പാഹി മാം. ശബരിമലയുമായി ബന്ധപ്പെട്ട കഥയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ് എരുമേലിയിലെ പുത്തൻ വീട്. മഹിഷി മർദ്ദനത്തിനായി എത്തിയ മണികണ്ഠൻ ഈ ഗൃഹത്തിൽ വന്നിരുന്നുവെന്നും അവിടെ തങ്ങിയിരുന്നു എന്നുമുള്ള വിശ്വാസമാണ് നിലവിലുള്ളത്. ഇന്നും ആ കുടുംബാംഗങ്ങൾ മണികണ്ഠൻ്റെതായി കരുതുന്ന വാൾ ഇവിടെ വെച്ച് ആരാധിക്കുന്നു. ഇന്നത്തെ കഥയമമ്മ എരുമേലിയിലെ പുത്തൻ വീടിനെ കുറിച്ചാണ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ടുള്ള മണികണ്ഠൻ അയ്യപ്പൻ ഒരു അവതാര പുരുഷൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായിരുന്നു. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊപ്പം നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളോട് കൂടെ നടന്ന് നമുക്കൊപ്പം ജീവിച്ച ഒരാളാണ് ഭഗവാൻ. ആ ഭഗവാനെ ചരിത്ര പുരുഷനായിട്ട് നമ്മൾ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിരവധി അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ശബരിമല ആയിക്കോട്ടെ, പന്തളം കൊട്ടാരമായിക്കോട്ടെ, ഭഗവാന്റെ തിരുവാഭരണം ആയിക്കോട്ടെ, നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ചീറപ്പഞ്ചിറയിലെ കളരി ആയിക്കോട്ടെ, ഇതൊക്കെ ഭഗവാന്റെ അടയാളങ്ങളുള്ള സ്ഥലം. അതുപോലെ ചരിത്ര പുരുഷനായിട്ടുള്ള അയ്യപ്പൻ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്ഥലം ശബരിമലയ്ക്ക് സമീപത്തായിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് എരുമേലിക്കടുത്ത്, എരുമേലി വലിയമ്പലത്തിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ പേര് പുത്തൻ വീട് എന്നാണ്. ആ പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് പുത്തൻ വീടിൻ്റെ മഹത്വം എന്നുള്ളത് ഒരു കഥയിലൂടെ നമുക്ക് പരിചയപ്പെടാം. പുലിപ്പാലിനായിട്ട് ഭഗവാൻ കാട്ടിലേക്ക് പോകുന്ന സമയത്താണ് മഹിഷിയെ നിഗ്രഹിച്ചത് എന്ന് നമുക്കറിയാം. ആ മഹിഷി നിഗ്രഹത്തിന് മുമ്പായി ഭഗവാൻ ഈ പുലിപ്പാൽ തേടി നടന്ന ക്ഷീണത്തിൽ ഈ കാണുന്ന പുത്തൻ വീട്ടിലേക്ക് എത്തി എന്നാണ്. അവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശി മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അദ്ദേഹം രാത്രി വാതിൽ തുറന്നു നോക്കിയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കുട്ടി, ഒരു 16 അടുപ്പിച്ച് പ്രായം, വളരെ ഭംഗിയുള്ള ഒരു നീല പട്ട് ധരിച്ചിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, നല്ലൊരു ഉടവാള് കയ്യിലുണ്ട്, അത്യധികം തേജസ്സായിട്ടുള്ളൊരു കുട്ടി, പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മയെ കണ്ടതോടുകൂടി ഭഗവാൻ അമ്മയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ ഒരു വനയാത്രയ്ക്കായിട്ട് വന്നതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം അങ്ങ് തരുവാണെങ്കിൽ അത് കഴിക്കായിരുന്നു എന്ന് പറഞ്ഞു. മുത്തശ്ശിയാണെങ്കിൽ അവിടെ മുത്തശ്ശിക്കുണ്ടായിരുന്ന ഭക്ഷണം തന്നെ കഷ്ടി ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആ യുവാവിൻ്റെ, ആ കുമാരൻ്റെ ചൈതന്യം കണ്ട് ഇത് സാധാരണപ്പെട്ട ഒരാളല്ല എന്ന് മനസ്സിലാക്കിയ ആ മുത്തശ്ശിക്ക് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം അത് കഞ്ഞിയാണെന്നും അവലാണെന്നൊക്കെ പറയാറുണ്ട്, അത് ആ കുട്ടിക്ക് എടുത്ത് കൊടുത്തു എന്നാണ്. ഭഗവാൻ വളരെയധികം ആർത്തിയോടുകൂടി, ഭഗവാൻ ആ ഒരു ഭക്തിയോടുകൂടി കിട്ടിയ ആ ഒരു പ്രസാദത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു എന്നാണ്. സന്തോഷത്തോടുകൂടി അതൊക്കെ കുടിച്ചു കഴിഞ്ഞ ഭഗവാൻ, ഇനി ഞാൻ ഇവിടെ കിടന്നോട്ടെ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് ആ മുത്തശ്ശിയോട് അനുവാദം ചോദിച്ചു എന്നാണ്. അപ്പോൾ മുത്തശ്ശി വളരെയധികം ഭയത്തോടു കൂടി പറഞ്ഞത്രേ, കുട്ടി നിനക്ക് ഉറങ്ങുന്നതിലൊന്നും എനിക്ക് യാതൊരു തടസ്സവും ഇല്ല, പക്ഷേ ഇവിടെ വലിയ ഭീമാകാരയായിട്ടുള്ളൊരു രാക്ഷസി, ഒരു എരുമയുണ്ട്, ആ എരുമ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്, അത് പുറത്ത് വന്ന് നിന്നെ കുത്തും, അതുകൊണ്ട് നീ പുറത്ത് കിടക്കണ്ട, അകത്ത് കയറി കിടന്നോളൂ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും പേടിക്കേണ്ട മുത്തശ്ശി, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, എന്നെ ആരും തന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ രാവിലെ എണീറ്റ് പൊക്കോളാം, ഞാൻ ഇവിടെ കിടന്നോളാം, എനിക്ക് അത്രയധികം ക്ഷീണമുണ്ട്, ഉള്ളിലേക്ക് കയറാനൊന്നും സാധിക്കില്ല, ഞാൻ ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ഉറങ്ങിയെന്നാണ്. മുത്തശ്ശി രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ അലർച്ചകളും കരച്ചിലുകളൊക്കെ കേട്ടു എന്നാണ് ആ കഥയിൽ പറയുന്നത്. എന്തു തന്നെ ആയാലും മുത്തശ്ശി കരുതിയത്രേ, ആ പാവം കുട്ടിയെ ആ മഹിഷി, ആ എരുമ വന്ന് കടിച്ചു കൊണ്ടുപോയല്ലോ എന്ന്. എന്തായാലും അതിനെ ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് മുത്തശ്ശി രാത്രി വെളിച്ചാക്കി രാവിലെ ഈ വാതിൽ തുറന്ന സമയത്ത് അവിടെ ഭഗവാന്റെ വാള് കഴുകി സൂക്ഷിച്ച് അവിടെ വെച്ചിരുന്നു എന്നാണ്. ഒപ്പം ഒരു ഭസ്മസഞ്ചിയും ഒരു ഓലയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്ര. അതിലെഴുതിയിരുന്നു എന്നാണ് ഭഗവാൻ, ഇത് ഇവിടേക്ക് ഇരിക്കട്ടെ എന്ന്, ഇത് ഞാൻ മഹിഷിയെ വധിച്ച എൻ്റെ ഉടവാളാണ്,
എൻ്റെ ഭസ്മസഞ്ചിയാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഉള്ളിടത്ത് എല്ലാ കാലത്തും ഐശ്വര്യം ഉണ്ടാവും. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ അത് വെച്ച് നമസ്കരിച്ചു എന്നാണ്. ഭഗവാനെ അവർക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ഭഗവാൻ കൊടുത്ത ആ വാളും ഭസ്മസഞ്ചിയും ആ വീട്ടിലേക്കായിട്ട് സമർപ്പിക്കപ്പെട്ടു എന്നാണ്. ഇന്നും എരുമേലിക്ക് അടുത്തുള്ള പുത്തൻ വീട്ടിൽ നിങ്ങൾക്ക് പോയാൽ ഭഗവാൻ മഹിഷിയെ വധിച്ച ആ എരുമയെ വധിച്ച ആ വാള്, ഭഗവാന്റെ ഉടവാള്, എത്ര വലുപ്പത്തിലുള്ളൊരു ഉടവാളാണ് അത്. അത് ഉപയോഗിച്ചിരുന്നൊരു യോദ്ധാവ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ആശ്ചര്യത്തോടു കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു വാള് എരുമേലിയിലെ പുത്തൻ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. 2011 ഈ എരുമേലിയിലെ പുത്തൻ വീട്ടിൽ വലിയൊരു അഗ്നിബാധ ഉണ്ടായി എന്നാണ് വാർത്തകൾ പറയുന്നത്. ആ വാർത്തകളിൽ തന്നെ കൃത്യമായി പറയുന്നു, ഭഗവാന്റെ വാള് സൂക്ഷിച്ച അറയിലേക്ക് മാത്രം അഗ്നിയുടെ ഒരു സ്പർശം പോലും ഉണ്ടായില്ല, ഒരപകടവും ആ വാള് സൂക്ഷിച്ച അറയ്ക്ക് ഉണ്ടായില്ല എന്നാണ്. അത്രയധികം ദിവ്യത്വമാണ് ഭഗവാന്റെ ആയുധത്തിനുള്ളത്. ഭഗവാൻ ഒരു ചരിത്ര പുരുഷനാണ്. നമുക്കിടയിൽ കൂടെ നമ്മളോടൊപ്പം നടന്ന് നമ്മളെ ഉപദ്രവിച്ച മഹിഷിയെ നിഗ്രഹിച്ച് നമുക്ക് വേണ്ടി ഇന്നും ആ മലയുടെ മുകളിൽ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യമുള്ള സ്ഥലമാണ് എരുമേലിയിലെ പുത്തൻ വീട്. കുറച്ച് ഉയർന്ന ഒരു തറയൊക്കെ ഉള്ള ഒരു പഴയ വീടാണത്. ഇന്നും മണ്ഡല മകരവിളക്ക് കാലത്ത് നിരവധിയായിട്ടുള്ള ഭക്തന്മാർ, സ്വാമിമാരും അയ്യപ്പന്മാരും പുത്തൻ വീട്ടിലെത്തി ഭഗവാന്റെ വാള്, ഉടവാള് കണ്ട് തൊഴുകാറുണ്ട് എന്നാണ്. അത്രയധികം മഹത്വമാണ് ആ വീട്ടിലേക്കായിട്ട് പറയുന്നത്. ഭഗവാന് ഭക്ഷണം കൊടുക്കാൻ പറ്റി, ഭഗവാൻ തൻ്റെ ഉടവാൾ അവിടെ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ വീടിൻ്റെ മഹത്വം, ആ മുത്തശ്ശിയുടെ ഭാഗ്യമൊക്കെ നമുക്ക് ഉള്ളിൽ നന്ദിയോടുകൂടി ഭക്തിയോടുകൂടി സ്മരിക്കാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള അയ്യപ്പസ്വാമിയുടെ ഉടവാൾ ഇപ്പോഴും എരുമേലിയിലുണ്ട്. വലിയമ്പലത്തിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രം ദൂരെയാണ് പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത്. ആർക്കെങ്കിലും ഇതറിയില്ല എന്നുണ്ടെങ്കിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് പുത്തൻ വീട്ടിൽ പോയി സ്വാമിയുടെ വാള് തൊട്ട് തൊഴാവുന്നതാണ്. ആ ഭാഗ്യം നൽകി നിങ്ങളെല്ലാവരെയും അയ്യപ്പസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ പുത്തൻ വീടിൻ്റെ കഥ നിങ്ങളിലേക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. അമ്പലങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. വ്യവസായ താൽപ്പര്യങ്ങളോടെയുള്ള പ്രചരണങ്ങൾ ക്ഷേത്രം എന്ന സങ്കല്പത്തെ നശിപ്പിച്ചു കളയും. ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായി നിലനിൽക്കട്ടെ. ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രസിദ്ധമായ കൊട്ടാരക്കര, കഥകളി എന്ന കലാരൂപത്തിന്റെ കേളി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാമനാട്ടത്തിന്റെ ജന്മഭൂമിയാണ് കൊട്ടാരക്കര. കേരളത്തിന്റെ തനത് കലകളുടെ ശ്രേണിയിൽ ഒന്നാമതായി നിലയുറപ്പിച്ച ഈ കലാരൂപത്തിന്റെ സൃഷ്ടാവായ കൊട്ടാരക്കര തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഇളയിടത്ത് വലിയ കോയിക്കൽ തമ്പുരാന്റെ നാട്. ഇവിടെയാണ് വിഘ്നവിനാശകനും ഹേതുദോഷ നിവാരകനും അഭീഷ്ടദായകനുമായ ശ്രീ ഗണേശന്റെ പുണ്യസങ്കേതം. കരുണാനിധേ നിന്റെ കമനീയ രൂപം എന്നക ശ്രീലകം വാണിടേണം. പ്രണവസ്വരൂപമാം പൊൻവിഗ്രഹം ഉള്ളിലെപ്പോഴും പീയൂഷം പെയ്തിടേണം. കണ്ണിനു കർപ്പൂരമായിടേണം. ദക്ഷിണ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം യഥാർത്ഥമായി പറഞ്ഞാൽ ഒരു ഗണപതി ക്ഷേത്രമല്ല. മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പഴയകാല നാമം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ മുഖ്യപ്രതിഷ്ഠയായി മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയുമുണ്ട്. പ്രധാന ശ്രീകോവിലിന് പുറത്താണ് ഗണപതിയുടെ പ്രതിഷ്ഠ. പ്രധാന മൂർത്തിയായി മഹാദേവൻ, കിഴക്കോട്ട് ദർശനമായി ലോകാദിനാഥനും ദേവാദിദേവനുമായ ശ്രീ മഹാദേവൻ ഭക്തർക്ക് ദർശന സായുജ്യങ്ങളും അതുപോലെ തന്നെ അവർക്കേവർക്കും അനുഗ്രഹാശിസുകൾ നൽകി ഇവിടെ അനുഗ്രഹം ചൊരിയുകയാണ്. ബാലഗണപതി സങ്കല്പത്തിൽ പെരുന്തച്ചനാൽ ദാരുബിംബത്തിൽ നിർമ്മിതമായ ഭഗവാന്റെ സ്വരൂപം താന്ത്രിക പൂജാവിധാന പ്രകാരം തെക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആരാധിച്ചു വരുന്നത്. വഴിഞ്ഞിടുന്നു തവ തിരുകരുണാ കടാക്ഷജാലങ്ങൾ, വിളിച്ചിടുന്നു സഹസ്രകോടി ഭക്തജനാവലികൾ. കൊട്ടാരക്കര ദേശം എന്നറിയപ്പെടുന്നത് തന്നെ ഗണപതി ഭഗവാന്റെ പേരിൽ
തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമായി മാറിയതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇളയിടത്ത് സ്വരൂപത്തിന്റെ പരദേവതാ ക്ഷേത്രമായ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിന്റെ പണി തീർത്ത് മടങ്ങാനൊരുങ്ങുകയായിരുന്നു പെരുന്തച്ചൻ. അപ്പോഴാണ് ലക്ഷണമൊത്ത ഒരു വരിക്കപ്ലാവിൻ തടി കണ്ണിൽപ്പെട്ടത്. പിന്നെ വൈകിയില്ല. പെരുന്തച്ചൻ അതിലൊരു ഗണപതി വിഗ്രഹം കൊത്തിയെടുത്തു. താൻ പണിഞ്ഞ ക്ഷേത്രത്തിൽ താൻ നിർമ്മിച്ച ഗണപതിയെ കൂടി പ്രതിഷ്ഠിക്കണമെന്ന് പെരുന്തച്ചൻ ആവശ്യപ്പെട്ടെങ്കിലും തന്ത്രി ആ ആവശ്യം നിരസിക്കുകയായിരുന്നു. ദുഃഖിതനായ പെരുന്തച്ചൻ തന്റെ ഗണപതിയുമായി മടങ്ങി. വഴിക്ക് അകവൂർ ഊമം പള്ളിക്കാരുടെ വകയായിരുന്ന മണികണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്തെത്തി. അവിടെ ഒരു ആൽമര ചുവട്ടിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു. ഉണ്ണിയപ്പം കൊണ്ട് നിവേദ്യവും നൽകി. നമ്മുടെ പെരുന്തച്ചൻ ഇതിന് പടിഞ്ഞാറുള്ള ക്ഷേത്രത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെരുന്തച്ചൻ അവിടെ ചെന്ന് ഒറ്റ പ്ലാവിൻ്റെ പേരിൽ തീർത്ത ഒരു ഗണപതി വിഗ്രഹം തീർത്ത് അവിടെ പ്രതിഷ്ഠിക്കാനായി രാജാവിനോട് അനുവാദം ചോദിക്കുകയും അപ്പോൾ അതിന് സ്ഥല സൗകര്യമില്ല എന്ന് പറയുകയും പെരുന്തച്ചൻ നേരെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ഥാപിക്കാം എന്ന് പറയുകയും അതോടൊപ്പം പെരുന്തച്ചൻ സ്വയമേ തെക്ക് ഭാഗത്തേക്ക് ദർശനമായി ഗണപതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പെരുന്തച്ചൻ്റെ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞപ്പോൾ നിവേദ്യം നടത്താൻ തടപ്പള്ളിയിൽ നോക്കിയപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ്. ആ പെരുന്തച്ചൻ്റെ മനസ്സ് വെച്ച് ആ ഉണ്ണിയപ്പം ഭഗവാനെ നിവേദിക്കുകയും അതോടൊപ്പം തന്നെ ഉണ്ണിഗണപതിക്ക് ഉണ്ണിയപ്പം പ്രധാന വഴിപാടായി മാറുകയും ചെയ്തു. കൊട്ടാരക്കര നടയിൽ വിളങ്ങും ഗണപതി ഭഗവാനേ, ഗണപതി വിഗ്രഹം കണ്ടെത്തിയ നാട്ടുകാരും കുടുംബക്കാരും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിന്റെ അഗ്നികോണിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതോടെ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അനുദിനം വർദ്ധിച്ചു വന്നു. ഒരു കാന്തടി തന്നിലനശ്വര തിരുരൂപം അതിങ്കലെന്നും ഒരർച്ചന ചെയ്യാൻ അടിയനു കഴിയണം. സാധാരണയായി ഒരു കൊമ്പ് മുറിഞ്ഞ തരത്തിലാണ് ഗണപതിയെ നാം ചിത്രങ്ങളിലും ശില്പങ്ങളിലും കാണുക. എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ഇരു കൊമ്പുകളും നമുക്ക് കാണാം. ആലയത്തിന്റെ സ്ഥാനത്തിലുമുണ്ട് പ്രത്യേകത. സാധാരണയായി അമ്പലങ്ങളിൽ ഉപദേവനായി ഗണപതി കുടികൊള്ളുന്നത് കന്നിമൂലയിലായിരിക്കും. എന്നാൽ ഇവിടെ അഗ്നികോണിലാണ്. ആദ്യം പെരുന്തച്ചൻ നിവേദിച്ച ഉണ്ണിയപ്പമാണ് ഇന്നും ഗണപതിയുടെ പ്രധാന നിവേദ്യം. ഭഗവാന്റെ പ്രിയപ്പെട്ട നിവേദ്യമാണ് ഉണ്ണിയപ്പ നിവേദ്യം. ഭഗവാന്റെ ദൃഷ്ടി നേരിട്ട് പതിക്കുന്ന കാരയിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭക്തൻ്റെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞുകൊണ്ട് അവരുടെ അഭീഷ്ട കാര്യസാധ്യം എന്താണോ അത് മനസ്സിലാക്കി ഭഗവാനെ നിവേദിച്ച് അവർക്ക് ആ ഉണ്ണിയപ്പം തന്നെ പ്രസാദമായി നൽകുന്നു. പണ്ടുപെരുന്തച്ചനുടെ കരവിരുതനുഗ്രഹിക്കുമ്പോൾ ഒരു കാന്തടി തന്നിലനശ്വര തിരുരൂപം അതിങ്കലെന്നും ഒരർച്ചന ചെയ്യാൻ അടിയനു കഴിയണം എന്നും കൊട്ടാരക്കര നടയിൽ വിളങ്ങും ഗണപതി ഭഗവാനേ. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനെ മറ്റാരും കരയിട്ടിടാനില്ലല്ലോ ഇവനെ. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനെ മറ്റാരും കരയിട്ടിടാനില്ലല്ലോ ഇവനെ. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ സന്നിധിയിൽ ശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നിങ്ങനെയുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളും നമുക്ക് കാണാം. മഹാദേവന്, പാർവതീദേവി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ ഇവർക്കൊക്കെ പ്രിയപ്പെട്ട നിവേദ്യങ്ങളായ അതാത് മൂർത്തിയുടെ നിവേദ്യങ്ങൾ ഇടിച്ചുപിഴിഞ്ഞ പായസം, അതോടൊപ്പം തന്നെ ശാസ്താവിന് എള്ളു പായസം, നീരാഞ്ജനം, സുബ്രഹ്മണ്യ സ്വാമിക്ക് കൗമാര സൂക്താർത്ഥന, അതോടൊപ്പം പഞ്ചാമൃത നിവേദ്യം തുടങ്ങി നിരവധി പ്രാധാന്യമുള്ള നിവേദ്യങ്ങൾ ഇവിടെ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഗണപതി ഹവനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമനം, ഉരുളി വഴിപാട് എന്നിവ ഭഗവാന് സർവ്വ അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. ഹൈന്ദവ സങ്കല്പത്തിൽ ഏത് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും
പൂജകൾ നടക്കുമ്പോഴും പ്രഥമ പൂജനീയൻ ഗണപതിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഗണപതി ക്ഷേത്രങ്ങൾ ധാരാളമായി നമുക്ക് കാണാം. ഏത് ആരാധനാ സമ്പ്രദായത്തിലും ഒഴിവാക്കാൻ കഴിയാത്ത ഗണപതിക്ക് കേരളത്തിലെ എല്ലായിടങ്ങളിലും ആരാധനാലയങ്ങളുണ്ട്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ കൊട്ടാരക്കര ഗണപതിയുടെ സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. കൊണ്ടൊരു പ്രണവ പൊരുളായിടും അത്ഭുത വിഗ്രഹനേ, കൊണ്ടൊരു കയ്യിൽ ശംഖം, മറുകര തളിരതിലൊരു ചക്രം, കണ്ടൊരു കയ്യിൽ പത്മം, പുനരൊരു പാണിയിൽ നെയ്യപ്പം. തൈപ്പൂയവും ശിവരാത്രിയും വിനായക ചതുർത്ഥിയും ഇവിടുത്തെ പ്രധാന ദിനങ്ങളാണ്. ദിവസവും ഉണ്ണിയപ്പം നിവേദ്യമുണ്ടെങ്കിലും ചതുർത്ഥി ദിനത്തിലെ പ്രധാന പ്രസാദം മോദകമാണ്. ഭഗവാന് ഇഷ്ടപ്പെട്ട മറ്റൊരു നിവേദ്യമായ മോദക നിവേദ്യം വർഷത്തിൽ ഒരിക്കൽ മാത്രം ആണ് ഈ മോദകം ഇവിടെ ഭഗവാന് നിവേദിക്കുന്നത്. അന്ന് മാത്രമാണ് ഭക്തർക്ക് ഷീട്ടാക്കിയിട്ട് മോദക നിവേദ്യം പ്രസാദമായി നൽകുന്നത്. ഈ വിനായകർത്തിക്ക് 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതോടൊപ്പം തന്നെ ഗജപൂജ, മോദക നിവേദ്യം തുടങ്ങി പൂജാവിധാനങ്ങളും ഒക്കെ നടന്നു വരികയാണ്. അന്നൊരു നാളിൽ വൈശ്രവണന്റെ അരമനയിൽ പ്രാതൽ കുണ്ടുമടങ്ങിയ ലംബോദരനം കമ്പവിനാശകനേ. അന്നൊരു നാളിൽ വൈശ്രവണന്റെ അരമനയിൽ പ്രാതൽ കുണ്ടുമടങ്ങിയ ലംബോദരനം കമ്പവിനാശകനേ. ഉദയാസ്തമന വിളമ്പലിൽ നിറയാതുള്ളൊരു തിരുവുള്ളം. അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥി ദിവസമാണ് ഭഗവാന്റെ പുറത്തേക്കുള്ള എഴുന്നള്ളത്ത്. ഗണപതി ഭഗവാന് പുറത്തേക്ക് വർഷത്തിലൊരിക്കൽ മാത്രമേ എഴുന്നള്ളത്തുള്ളൂ. മേടമാസത്തിലെ തിരുവാതിര നാളിന് 11 ദിവസം മുമ്പ് കൊടിയേറി നടത്തുന്ന തിരുവാതിര ആറാട്ട് ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഗജമുഖനായ കൊട്ടാരക്കര ഗണപതിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഹിന്ദു സംസ്കാര പ്രകാരം നാം ഏവരും പ്രാർത്ഥിക്കുന്ന ഗണപതി ഭഗവാൻ, വിഘ്നേശ്വര ഭഗവാൻ, സർവ്വവിഘ്ന നിവാരണത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ മൂർത്തി ഈ ലോകത്ത് എല്ലാ സജ്ജനങ്ങൾക്കും, അതിലുപരി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ വർഷിക്കുകയാണ് ഈ പുണ്യസങ്കേതത്തിൽ. ഉദയാസ്തമന വിളമ്പലിൽ നിറയാതുള്ളൊരു തിരുവുള്ളം. ഹൃദയ നിവേദ്യമതെങ്കിൽ അറിയാൻ മതിയൊരു കൂട്ടപ്പം. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനേ, മറ്റാരും കരയേറ്റിടാനില്ലല്ലോ ഇവനേ. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനേ, മറ്റാരും കരയേറ്റിടാനില്ലല്ലോ ഇവനേ. കിട്ടിയിടാമടിയനൊരായിരമേത്തം തിരുമുമ്പിൽ, കാട്ടേണം നീയൊരു പോംവഴി എൻ വഴിമുട്ടുമ്പോൾ. കിട്ടിയിടാമടിയനൊരായിരമേത്തം തിരുമുമ്പിൽ, കാട്ടേണം നീയൊരു പോംവഴി എൻ വഴിമുട്ടുമ്പോൾ. പ്രഭോ ഗണപതേ, പ്രഭോ ഗണപതേ, ഗണപതേ ഗണപതേ. അലസത അപകടകരമായ ഒരവസ്ഥയാണ്. സ്വന്തം കർമ്മശേഷിയെ അത് നശിപ്പിക്കുന്നു, ഉയർന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അതിനുമെല്ലാം ഉപരി അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ മലിനമാക്കുന്നു. അതിനാൽ എപ്പോഴും കർമ്മനിരതരായിരിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.